Hi guys, welcome back to another video. Hi guys, ഞാനോ സാധനം ചെയ്യാൻ പോവാ ഒരു സാധനം എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, എന്ത് സാധനമാണ്? എന്താണ് എക്സ്പീരിയൻസ് ചെയ്യണത്? പുതിയ പ്രൊജക്റ്റാ? ഓക്കെ, ഇസു ചെയ്തൊന്ന് ടാറ്റ. ഞാൻ അല്ലിബും കൂടി ചെയ്യണത് കാണിച്ചു തന്നിട്ടപ്പോൾ അല്ലിബു സോഫയിൽ വെള്ളാക്കല്ലേ. ഇസുവിന്റെ പ്രൊജക്റ്റ് ഡൺ ആയിരുന്നു. ബ്ലൂ പക്ഷെ സോഫമല്ല, കണ്ടില്ലേ? ഇതാണ് പ്രൊജക്റ്റ്. അതായത് നമ്മള് ഈ പേപ്പർ വാട്ടർ പേപ്പർ ക്രിയേറ്റ് ചെയ്ത് ലൈക്ക് വൈബ്സ്, വാട്ടർ വൈബ്സ്. ഓക്കെ, ടാറ്റ. ഞാൻ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. then നമുക്ക് ഫസ്റ്റ് പരിപ്പ് വേവിച്ചെടുക്കാം. മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കാം. then കറിക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. then നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെജിറ്റബിൾ ഇടാം. വീണ്ടും കുക്ക് ചെയ്തെടുക്കാം. നമ്മളെടുത്ത വെജിറ്റബിൾസ്, ഈ ഐറ്റംസ് ഒക്കെ പിന്നെ നമ്മൾ അതിലേക്കുള്ള മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് മല്ലിപ്പൊടി, പിന്നെ അതേപോലെ മുളക് പൊടി, സാമ്പാർ പൊടി, പിന്നെ കാരം, ഈ ഐറ്റംസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ പിന്നെ എഗെയിൻ നമ്മൾ ആ വെജിറ്റബിൾസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ബ്രെഡ് പോക്കറ്റ് ആണ് ഉണ്ടാക്കുന്നത്. ദെൻ അതിന് നമ്മളൊരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. ദെൻ മസാല അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ദെൻ അനദർ ബ്രെഡ് യൂസ് ചെയ്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഗ്ലാസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യണത്. നിങ്ങൾക്കിനി വേറെ വല്ല സാധനങ്ങളും ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം, റൗണ്ട് ഷേപ്പിലുള്ള. വെജിറ്റബിൾസൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ആഡ് ചെയ്യണത്.
കാരണം മറ്റേത് അത് കുക്കായി വരുമ്പോൾ നല്ല ഉടഞ്ഞു പോകുമല്ലോ. പിന്നെ മല്ലിയില ചേർത്ത് കൊടുക്കണ്ട്. പിന്നെ അതുപോലെ വേപ്പിൻ്റെ ഇല. ഇനി ഒന്ന് അത് വറവിട്ടെടുക്കാം. സാമ്പാർ വിത്ത് ഇഡ്ഡലിയാണ്. ദെൻ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള ചെമ്പ് വെച്ചിട്ടുണ്ട് വെള്ളം തിളക്കാൻ. ദെൻ നമ്മൾ ഫ്ലെയിമിൽ ഇഡ്ഡലി ചെമ്പിൽ വെക്കുക. ദെൻ കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് കുക്കായതിന് ശേഷം ഇഡ്ഡലി കുക്കായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നെഗറ്റ്സ് വേണമെന്നാണ്. അപ്പം അങ്ങനെ നെഗറ്റ്സ് ഉണ്ടാക്കാം. ഇനി 4 മീനൊന്ന് പൊരിച്ചെടുക്കണം. പിന്നെ മീൻ ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയിലാണ്. നമ്മൾ മാങ്ങ ജ്യൂസ് ഉണ്ടാക്കണം. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സീ യു.